എത്ര പെട്ടെന്നല്ലേ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കടന്നു പോകുന്നത്. അതേ മക്കളെ, ഇന്ന് ഞങ്ങളുടെ 4th വെഡിങ് ആനിവേഴ്സറി ആണ്. യെസ് ഗൈസ്, ഇന്നാണ് ആ ദുഃഖ ഞായറാഴ്ച എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ബൈക്കൊക്കെ എടുത്ത് നാട് മുഴുവൻ ചുറ്റി നടന്ന, സന്തോഷത്തോടെ ആർത്തുല്ലസിച്ച് നടന്ന ഞാൻ ലോക്കായ ദിവസം എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ കൃത്യമായി പറയുകയാണെങ്കിൽ. ചുമ്മാ പറഞ്ഞ കേട്ടോ, അങ്ങനെയൊന്നുമില്ല. എന്താ പറയുക, ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞാലേ ഈ രണ്ട് ഹൃദയങ്ങൾ തമ്മിൽ, അതായത് സിംഗിളായിട്ട് തനിച്ച് ജീവിച്ചിരുന്ന രണ്ട് വ്യക്തികൾ തമ്മിൽ വളരെ സന്തോഷത്തോടെ ഒരുമിച്ച് പുതിയൊരു ജീവിതത്തിന് തുടക്കം കുറിക്കുന്ന, ദിവസവും അടികൂടാനും വഴക്കിടാനും വേണ്ടിയിട്ട് തുടക്കം കുറിക്കുന്ന ഒരു അസുലഭ മുഹൂർത്തമാണ് കല്യാണം എന്ന് പറയുന്നത്. അതെ, ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താൻ പോവാം. ആദ്യം ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ആതിര എന്നാണ്. എൻ്റെ സ്ഥലം കുറ്റ്യാടിയാണ്. കുറ്റ്യാടി മെയിൻ പ്രദേശം പറയണ്ട, അത് പറയാത്ത നല്ല. അപ്പോൾ ഞങ്ങൾ പ്രണയിച്ചാണ് വിവാഹം കഴിച്ചത്. എൻ്റെ പേര് സായി കൃഷ്ണൻ എന്നാണ്. ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം വഴിയാണ് കണ്ടതും പ്രണയിച്ചതും ഒക്കെ. ആദ്യകാലങ്ങളിലൊക്കെ ഈ ചാറ്റിലൂടെയൊക്കെ കുറച്ച് എന്താ പറയുക, ഇപ്പോൾ ഹൃദയവും തമ്മിൽ അടുക്കാന്നൊക്കെ പറയും പോലെ ചെറിയൊരു ആത്മബന്ധം ഉണ്ടായി വന്നു. പിന്നെ അയക്കില്ല, ഞങ്ങൾ ഫസ്റ്റ് തൊട്ടേ പറയും എങ്ങനെയാണ് ഞങ്ങൾ മെസ്സേജ് അയച്ചത്, ആരാണ് ഫസ്റ്റ് മെസ്സേജ് അയച്ചെന്നൊക്കെ. ആരാണ് ഫസ്റ്റ് മെസ്സേജ് അയച്ചത്? ഞാൻ ഇൻസ്റ്റാഗ്രാമില് റീൽസ് ഒക്കെ ചെയ്യുന്നു അത്യാവശ്യം. അങ്ങനെ ഞാനൊരു വീഡിയോ ഇട്ടു. വീഡിയോ എന്ന് വെച്ചാൽ ചള്ളി വീഡിയോ. അന്നേരം എനിക്കൊരു കമന്റ് ഇടാൻ തോന്നി. കമന്റ് ഇട്ടപ്പോൾ എന്താണ് സംഭവിച്ചത് പറ. കമന്റ് ഇട്ടപ്പോ ഞാൻ നോർമലാണല്ലോ, സ്വാഭാവികമായിട്ട് ഞാൻ ജസ്റ്റ് ആ കമന്റ് നോക്കി, അതിലേക്ക് ഞാൻ മെസ്സേജ് അയച്ചു, ഹായ് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചു. ഞങ്ങൾ കമന്റ് ഇടുന്നവർക്കെല്ലാം മെസ്സേജ് അയക്കും. അത്യാവശ്യം കുറച്ച് ആൾക്കാർക്കൊക്കെ അയച്ചിട്ടുണ്ട്. അങ്ങനെയാണ് കുറേ ആൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടാവും. പക്ഷെ എനിക്ക് ആദ്യം ഇങ്ങനെ കുറേ മെസ്സേജ് അയച്ച്, പിന്നെ ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടേ ഇരുന്നു. പിന്നെ ഞാനും കുറച്ച് അങ്ങോട്ട്, ആദ്യമൊക്കെ എനിക്ക് പിന്നെ ചടുപ്പേനും, പിന്നെ അങ്ങോട്ട് ഞാൻ റിപ്ലൈ കൊടുക്കാൻ തുടങ്ങി. എനിക്കൊരു പണിയില്ലാണ്ട് ചുമ്മാ ഇങ്ങനെ ഇരിക്കുന്നേനും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയച്ച് ഏതോ ഒരു നിമിഷത്തിൽ ഒരു ഇഷ്ടം തോന്നില്ലേ. അങ്ങനെയാണ് പ്രണയത്തിലേക്ക് വന്നത്. പിന്നെ ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് പറ എവിടെ വെച്ചാണ്? അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് മീറ്റിംഗ് എന്ന് പറയുന്നത് കോഴിക്കോട് ഹൈലൈറ്റ് മാളിന്റെ മുമ്പിലായിരുന്നു. ചെറിയൊരു മിസ്റ്റേക്ക്, ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് കോഴിക്കോട് ഹൈലൈറ്റ് മാളിൻ്റെ മുന്നിലല്ല. നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് അവിടെ വെച്ചല്ല. ആദ്യമായിട്ട് കാണുന്നത് ഞങ്ങൾ മേമുണ്ട, ഞാൻ അവിടെ ഒരു കോഴ്സ് പഠിക്കാൻ വന്നിരുന്നു. അവിടെ ഹോസ്റ്റലിൽ നിന്ന് താമസിച്ചിരുന്നു. ആ സമയത്താണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്. അത് ഒരു നൈറ്റ് മീറ്റിംഗ് ആണ് ഗൈസ്. രാത്രി പറയാൻ പറ്റുമോ? ഇല്ല, അത് ജസ്റ്റ് അപ്പുറം ഹോസ്റ്റലിന്റെ അപ്പുറം ഇപ്പുറം ഒന്ന് ജസ്റ്റ് കണ്ടിക്ക്, റോഡും കൂടെ പോകുമ്പോ ഒന്ന് ഹായ് പറഞ്ഞിക്ക്, അത്രേ ഉള്ളൂ. അവിടെ പഠിക്കാൻ വന്ന സമയത്ത് പക്ഷെ അന്നേരമാണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. നൈറ്റ് എനിക്ക് മെസ്സേജ് അയച്ചു, ഹായ് ചേട്ടാ, ഏട്ടനെ എവിടെയുള്ളതെന്ന്, ഇപ്പൊ ഒന്ന് കാണാൻ പറ്റുന്ന വെച്ചു. അപ്പൊ ഞാൻ ഉറങ്ങാൻ കിടന്ന സമയമാണ്. ഞാൻ എപ്പോഴേക്കും എന്താക്കിന്ന് വെച്ചാല് ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഞാൻ എപ്പോഴും വണ്ടി എടുത്തിട്ട് രാത്രി തന്നെ അവിടെ താമസിക്കുന്ന ഒരു ഹോസ്റ്റലിന്റെ അടുത്തേക്ക് നിന്ന് ഞാൻ നോക്കുമ്പോ കടവാതിലും തറകിട്ടിരിക്കുന്ന ആളില്ലേ, അതുപോലെ ഗേറ്റിന്റെ പുറത്തേക്ക് ആള് കളിക്കുന്നത്. എനിക്ക് കണ്ടിട്ട് മനസ്സിലായില്ല. ഞാൻ ഇത് സാധനം ഏട്ടാ ഞാൻ അവിടെ ഉണ്ട് ഞാൻ പിന്നെ ആണെന്ന് അധികം തിരിഞ്ഞാഴ്ച അടി കിട്ടും. അതുകൊണ്ട് ഞാൻ വേഗം ആദ്യമായിട്ട് ഞങ്ങൾ അവിടെ വെച്ചാണ് കാണുന്നത്. പക്ഷെ അന്നാണ് ഞങ്ങൾ ശരിക്കും അറിയുന്നത് ഞങ്ങൾ ഇത്ര ഡിസ്റ്റൻസിലാണ് ഉള്ളതെന്ന്, ഇത്ര അടുത്തായിരുന്നു ആളുള്ളതെന്ന്. അവിടെ വെച്ച് അന്നാണ് ഞാൻ ശരിക്കും ചോദിക്കുന്നത് എവിടെയാണ് സ്ഥലം എന്ന്. നോക്കുമ്പോൾ വടകര ഇന്ന സ്ഥലത്താന്ന് പറഞ്ഞാൽ നോക്കുമ്പോൾ അടുത്ത് തന്നെയാണ് ആളുള്ളത്. അങ്ങനെ പെട്ടെന്ന് തന്നെ അല്ലേ, ഒരു 5-10 മിനിറ്റ് കൊണ്ട് ആൾ സ്ഥലത്തെത്തിക്ക്. അങ്ങനെ കണ്ട് ഒരു ഹായ് പറഞ്ഞ് ചിരിച്ച് സ്ഥലം വിട്ട്. പിന്നെ കാണുന്നതാണ് ഹൈലൈറ്റ് മാളിൻ്റെ അടുത്തുനിന്ന്. ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഞാൻ വർക്ക് ചെയ്തിരുന്നു. അത് ഞങ്ങളെ പെണ്ണുങ്ങളെ ഒരു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആദ്യം കണ്ടതും മെസ്സേജ് അയച്ചതും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് നല്ല ഓർമ്മയായിരിക്കും. അങ്ങനെ ഞങ്ങളുടെ പ്രേമം തുടങ്ങി. അങ്ങനെ പ്രേമിച്ച് ഞങ്ങളെ വീട്ടിലൊക്കെ വീട്ടിൽ ഞാൻ തന്നെ അങ്ങോട്ട് പറഞ്ഞ് അങ്ങനെ വീട്ടുകാർ പറഞ്ഞ് ആളവസ്ഥയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്ത് പെണ്ണ് കാണാൻ വന്ന്. പെണ്ണ് കാണാനൊക്കെ വന്നിക്ക്. അങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് ഇവരെ വീട്ടിലേക്ക് ആൾക്കാർ പോയി. എൻ്റെ മാമനും കസിനൊക്കെ പോയി.
അന്വേഷിക്കാൻ പോയി. അപ്പോൾ അവർക്ക് അവിടുത്തെ വീടും അന്തരീക്ഷവും പിന്നെ കൃത്യമായിട്ട് ജോലിയൊന്നും ഇല്ലാത്ത ഒരാളായിരുന്നു. അതുകൊണ്ട് അവർക്ക് ഇഷ്ടമായില്ല, കഴിച്ചു തരില്ല എന്ന് തീർത്തും പറഞ്ഞു. ഇവിടെ പറയാൻ പോലെയല്ല, അന്നത്തെ എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇന്നത്തെ അതേ അവസ്ഥയാണ്. ജോലി കൂലിയില്ലാത്ത വീട്ടിൽ. അതെ ഗൈസ്, ഒരു ജോലി ഇല്ലാണ്ട് എന്നിട്ടും ഒരു ഉറപ്പില്ലാണ്ട് ഞാൻ ഇവിടെ വീട്ടിൽ പോയിട്ട് പെണ്ണ് വെച്ചു. യെസ്, എന്നാലും ഈ ഒരു കാര്യത്തിൽ ഡീസന്റ് ആയിരുന്നു, അത് എനിക്ക് ഇഷ്ടപ്പെട്ടിരിക്കും. ഇവിടെ അച്ഛനും അമ്മയാണെങ്കിൽ ഇവിടെ എങ്ങനെയെങ്കിലും ഏതെങ്കിലും തന്നെ ഇവിടെ വിടുന്ന പരിപാടി. അത് കാരണം ഞങ്ങളുടെ പ്രേമം വീട്ടിലറിഞ്ഞ എല്ലാവർക്കും അന്നേരം പെട്ടെന്ന് കല്യാണം നോക്കൂലേ. പക്ഷെ ഞാൻ സമ്മതിക്കോ ഞാൻ ഉടനെ പറഞ്ഞ് എന്റെ ഇവിടെ വന്നില്ലെങ്കിൽ ഞാൻ തൂങ്ങിച്ചോന്ന് പറഞ്ഞു. അന്നേരം പെട്ടെന്ന് ഞാൻ ട്രൂ ലവ് എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി കിട്ടുന്നതെല്ലാം വലിച്ചു വാരി വേഗലിട്ട് ഞാൻ വടകര ബസ് സ്റ്റോപ്പിലിരുന്ന്. പക്ഷെ അന്ന് എൻ്റെ ഉദ്ദേശം നിറയെ ഒളിച്ചോടലല്ലായിരുന്നു. അന്നൊരു കല്യാണം കഴിക്കലല്ലേനു. ഞാൻ ഇവിടെ ഇങ്ങനെ വടകര കല്യാൺ സിൽസിൽ അന്നേരം ജോലി നോക്കിയിരിക്കുന്നു. ആള് വടകര തന്നെ ആയതിനെക്കൊണ്ട് എന്തെങ്കിലും ഒരു ജോലി അവിടെ തന്നെ നോക്കി അവിടെ തന്നെ പറ്റി പിടിച്ചിരിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ ജോലി നോക്കിയ സമയത്ത് അവിടെ ചെന്ന് നോക്കുമ്പോൾ അവർ പറഞ്ഞ് അവിടെ മാനേജർ ഇന്നില്ലാന്ന്, നാളെയാ ജോയിൻ ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനെയാണ് പിന്നെ വിചാരിച്ച് ഞങ്ങൾ നേരെ കല്യാണത്തിലേക്ക് പോകാമെന്ന്. അങ്ങനെയാണല്ലേ വീട്ടിൽ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞേരം കല്യാണം കഴിക്കാന്നുള്ള തീരുമാനത്തിൽ എത്തിയത്. അങ്ങനെ എന്നെ മാത്രം പോറ്റിയിരുന്ന എൻ്റെ അമ്മയ്ക്ക് ഇവിടെ കൂടി പോരേണ്ട ഒരു അവസ്ഥയായി. പിന്നെ ഒന്നും പറയണ്ട, ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ജീവിതമായിരുന്നു കുറച്ചു കാലം. യെസ്, അതുവരെ 5 പപ്സ് വാങ്ങേണ്ട വന്ന അമ്മയ്ക്ക് എന്നെയും കൂടെ കൂട്ടി എനിക്ക് 2 പപ്സും കൂടെ വാങ്ങേണ്ട വന്നു. അല്ല, അത് കല്യാണം കഴിഞ്ഞതിന് ശേഷം. കല്യാണം കഴിഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ പെട്ടിയും കൂടും കൊടുക്കൊക്കെ എടുത്ത് എൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു അത് ശരിയല്ല, ഇവിടെ വീട്ടിലേക്ക് തന്നെ പറഞ്ഞേക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവരാണെങ്കിൽ ഞാൻ അങ്ങോട്ട് തിരിച്ചു പോരാന്നും പറഞ്ഞു. പിന്നെ പ്രശ്നമായിരിക്കും, എനിക്ക് വീട്ടിൽ നിന്ന് നല്ല അടിയും വയക്കെല്ലാം കിട്ടും, അത് പേടിച്ചിട്ടാണേ. അതന്നെ, അങ്ങനെയുള്ള ഒരു അവസ്ഥ വന്ന സമയത്ത് പിന്നെ എൻ്റെ വീട്ടിൽ നിർത്തിയാൽ ഈ പ്രശ്നം എനിക്കറിയാം. കാരണം എന്തായാലും കല്യാണം കഴിക്കാണ്ട് ഒരു കുട്ടീനെ വീട്ടിൽ നിർത്തുന്നത് ശരിയല്ല. കേസ് കൊടുത്താലും പ്രശ്നമാണ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ മാമന്റെ വീട്ടിൽ ഇവിടെ താമസിപ്പിച്ചു ഒരു ദിവസം. എന്നിട്ട് പിറ്റേ ദിവസം ഞങ്ങൾ കോഴിക്കോട് മുട്ടായി തെരുവിലെ വൈരാഗി പടം എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ വെച്ചിട്ട് കല്യാണം കഴിച്ചു. അത് മാത്രമല്ല, പിന്നെ ഒരുപാട് പേര് ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നതിൽ പലരും ചിലപ്പോൾ അവിടെ വെച്ചിട്ടായിരിക്കും കല്യാണം കഴിച്ചിട്ടുണ്ടാവുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഇതുപോലെ ഒളിച്ചോടി കല്യാണം ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഒക്കെ അവിടെ നിന്ന് കല്യാണം കഴിച്ചിട്ടുണ്ടാവും. ഇത് കാണുന്നുണ്ടെങ്കിൽ എങ്ങാനും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. തീർച്ചയായിട്ടും അങ്ങനെ കല്യാണം കഴിഞ്ഞവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കല്യാണമൊക്കെ കഴിയുമ്പോഴേക്കും ഇപ്പുറം വേറെ പോലീസ് കേസും കാര്യങ്ങളൊക്കെ ആക്കി അമ്മയും അച്ഛനും പോയി മിസ്സിങ് കേസ് കൊടുത്തിക്കേനു. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുക ഇന്ന ആളെ കൂടിയാണ് പോകുന്നത് എന്നൊക്കെ, കല്യാണം കഴിക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എന്നാലും അവർ മിസ്സിങ് കേസൊക്കെ ഫയൽ ചെയ്ത് കഴിഞ്ഞിരിക്കേനു. അങ്ങനെ ആൾ കല്യാണം കഴിച്ചപാട് ആദ്യം പോകുന്നത് കുറ്റ്യാടി പോലീസ് സ്റ്റേഷനിലാണ്. അവിടെ പോയി കേസ് പിന്നെ എനിക്കപ്പോഴേക്കും 22 വയസ്സ് 23 വയസ്സിൻ്റെ അടുത്ത് ആകാനായിക്കേ. അന്നേരം ഞാൻ തീരെ ചെറിയ കുട്ടിയൊന്നല്ല, തീരെ 18 വയസ്സ് തികയാത്ത കുട്ടിയൊന്നല്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് കേസൊക്കെ ക്ലോസ് ചെയ്ത് ഞങ്ങൾ അതിന് ശേഷമാണ് ലാസ്റ്റ് രാത്രി 9 മണിയെങ്ങാണ്ട് ആയപ്പോഴാണ് ഞങ്ങൾ വീട്ടിലേക്ക് കയറുന്നത് അല്ലേ. അതിന് മുമ്പ് ഒരു കാര്യമുണ്ട്, അതായത് ഈ വൈരാഗ്യപടം കഴിഞ്ഞിട്ടില്ല, ഒരു കാര്യം കൂടെ പറയാം. അപ്പോൾ ഈ കല്യാണം കഴിഞ്ഞാൽ ഈ സ്വാമിമാർക്ക് ദക്ഷിണ കൊടുക്കണമല്ലോ. അങ്ങനെ കല്യാണം കഴിപ്പിച്ച് സ്വാമി കയ്യിൽ നിന്ന് കിട്ടിയപ്പോൾ എൻ്റെ കയ്യിൽ ആകെ 200 റുപ്യ കൊടുക്കാനുള്ളൂ. അപ്പോൾ 200 കയ്യിൽ വെച്ച് കൊടുത്തപ്പോൾ സ്വാമിൻ്റെ മുഖം മാറി ഇങ്ങനെയായി. 500 കുറയാണ്ട് ദക്ഷിണ വെച്ചോടാന്ന് പറഞ്ഞു. 500 കുറയാണ്ട് ഇപ്പം ഞാനിപ്പോൾ കീശ മൊത്തം ഞാൻ പരുതുന്നതാണ്. കാരണം എൻ്റെ കയ്യിലടി 500. ആ സമയത്ത് പൈസയൊന്നുമില്ലേനു, പക്ഷെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. ഒരു പൈസ ഇല്ല. ഇവിടെ എവിടെയൊക്കെ ജോലിക്ക് പോയിട്ട് കുറച്ച് പൈസ ഒക്കെ ഉണ്ടാക്കി എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു, ഞാൻ അത് കൊടുത്ത്. കല്യാൺ സിൽക്സ് പോലുള്ള ഈ റെഡിമെയ്ഡ് ഷോപ്പിലൊക്കെ നിന്നിട്ടൊക്കെ കുറച്ച് പൈസ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഇവിടെ പൈസ എനിക്ക് എടുത്താന്നു ഞാൻ കൊടുത്തു. അങ്ങനെ കഴിച്ചിലായി. പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ ഇങ്ങനെ ഒളിച്ചോടി പോയി കല്യാണം കഴിച്ചുകൊണ്ട് വീട്ടുകാർക്കും ഇനി ആരും എന്നെ തിരിഞ്ഞു നോക്കൂല, ആരും എൻ്റെ കാര്യത്തിൽ ഇടപെടില്ലായിരിക്കും, എനിക്ക് എൻ്റെ ബന്ധുക്കളെ നഷ്ടപ്പെട്ടു എന്നെല്ലാം വിചാരിച്ചത്. പക്ഷെ ആർക്കും വലിയ കുഴപ്പമൊന്നുമില്ലേനും. കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ എൻ്റെ അമ്മയും എല്ലാവരും വിളിച്ച് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഒത്തുതീർപ്പായി വന്നിക്കില്ലേ? ഇല്ല, ഒത്തുതീർപ്പായില്ല. പിറ്റേ ദിവസം വിളിച്ചേക്ക് ഇവിടെ അച്ഛനും അമ്മയും ആരെല്ലാം വിളിച്ചേക്ക് പൂരത്തെറിയാ പറഞ്ഞേ. അതന്നല്ല, കല്യാണത്തിന്റെ മുന്നെയാ, സമയത്ത്.
എപ്പോഴാണ് കൃത്യമായി ഓർക്കുന്നില്ല. ഒളിച്ചോടിയ സമയത്താ. എനിക്ക് ഇതെല്ലാം കേട്ട തെറി എനിക്ക് മറക്കാൻ പറ്റില്ല. ഫുള്ള് പൂരത്തെറി. പൂരത്തെറി എന്ന് പറഞ്ഞാൽ ഈ കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ട് അതിനേക്കാൾ ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നു. അത്തരത്തിലുള്ള തെറിയൊക്കെയാണ് ഞാൻ കേട്ടത് പിന്മാറിയ സമയത്ത്. അങ്ങനെ എന്താ പറയാ, പിന്നെ അങ്ങനെ ഇടിയും മഴയൊക്കെ കഴിഞ്ഞ് നല്ലൊരു കാറ്റും മഴയൊക്കെ അടിച്ച് വല്ലതും ശാന്തമായി വീട്ടുകാർ തമ്മിൽ പരസ്പരം കണ്ട് സംസാരിച്ച് അങ്ങനെ സന്തോഷത്തോടെ ഞങ്ങളുടെ കല്യാണം നടത്തി തന്നു. 29/5/2022 ഞങ്ങൾക്ക് ഞങ്ങളുടെ കല്യാണം അവര് റിസപ്ഷൻ നടത്തി തന്നു. പിന്നെ അങ്ങനെ അവിടെ ഇവിടെയും റിസപ്ഷനൊക്കെ കഴിഞ്ഞ് എല്ലാം ഓക്കെ ആയിക്ക് നല്ല രീതിയിൽ തന്നെ. ഇത് വേണമെങ്കിൽ ഓൾക്ക് സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒളിച്ചോട്ട് ഒഴിവാകുവേനു. വീട്ടുകാർ ജസ്റ്റ് ഒന്ന് സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒളിച്ചോടാനും നിൽക്കൂലേനു. പിന്നെ അങ്ങനെ ഞങ്ങളെ കല്യാണം അവിടെ കഴിഞ്ഞ് ജീവിതം ആരംഭിച്ചു. പിന്നെയെന്ന് വെച്ചാൽ പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. നിങ്ങൾ പറഞ്ഞിട്ടില്ലേ എന്നെ പെണ്ണ് കാണാൻ വന്ന സമയത്ത് ഒരു അച്ചാച്ചനോ ഒരു വയസ്സായ ഒരുത്തരങ്ങളോട് എന്തോ പറഞ്ഞ്, അതായത് ഇവളുടെ വീടിൻ്റെ അടുത്തുനിന്ന് ഒരു പ്രായമുള്ള ഒരു വ്യക്തി എന്നോട് പറഞ്ഞു, എൻ്റെ നാട്ടിൽ തന്നെ ഉള്ള, നിങ്ങൾ ശരിക്കും അറിഞ്ഞിട്ട് തന്നെയാണോ ഈ കുട്ടീനെ നോക്കുന്നത് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അതായത് കല്യാണം മുടക്കിയാണെന്ന് തോന്നുന്നു. അറിഞ്ഞ് അങ്ങനെയാ ചോദിച്ചേ? നിങ്ങൾ എന്തോ കാസ്റ്റിന്റെ പറഞ്ഞിരിക്കാനല്ലോ. അതന്നെ ഈ കാസ്റ്റിന്റെ ഏതാണ് കാസ്റ്റ്, അവള് ഒരു പൊരേത്തിയാണെന്നൊക്കെ പറഞ്ഞു, പൊരേത്തി കുട്ടിയാണെന്നൊക്കെ പറഞ്ഞു. അത് ഞങ്ങൾ രണ്ടാളും 2 കാസ്റ്റാറ്. എൻ്റെ പിന്നെ പൊലയൻ കാസ്റ്റും നിങ്ങളെന്നാണ് തീയൻ. ഞാൻ 2 കാസ്റ്റ്. ഞങ്ങൾക്ക് നാളെ ഇതുവരെ കാസ്റ്റിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല. അങ്ങനത്തെ ഒരു നോക്കുന്ന 2 വ്യക്തികൾ കുറച്ചൊരു ബുദ്ധിയും വിവരമുള്ളൂല്ലോ. അതുകൊണ്ട് ഈ ഒരു രീതിയിൽ അതൊന്നും നോക്കി ജീവിക്കുന്നവരല്ല. പക്ഷെ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഇവർ എന്നെ പെണ്ണ് കാണാൻ വരുന്ന സമയത്ത് ഒരു വയസ്സായ ഒരുത്തർ പറഞ്ഞിരിക്കണോലെ, നിങ്ങൾ എല്ലാം അറിഞ്ഞിട്ടാണോ, അതൊരു പിന്നെ പൊലയന്മാരാ അങ്ങനെ എന്തോ പറഞ്ഞിക്കില്ലേ, അങ്ങനെ ജാതി പറഞ്ഞിരിക്കണോലെ. അതിപ്പോൾ എൻ്റെ നാട്ടിലുള്ള ഒരാളാണല്ലോ അങ്ങനെ പറഞ്ഞെന്ന് ഓർക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. വേറെ എന്തെങ്കിലും വേണേൽ പറയാൻ. അങ്ങനെ പ്രത്യേകം എന്നെക്കുറിച്ച് ഞാൻ അത്യാവശ്യം നാട്ടിലല്ല അങ്ങനെ ഒരു മോശം കുട്ടിയൊന്നുമല്ല, നല്ല അഭിപ്രായം ഉണ്ടാവും. പക്ഷെ എന്നാൽ ഇങ്ങനെ പറഞ്ഞല്ലേ ശരിയായില്ല. എന്താ പറയാ, അത് എൻ്റെ നാട്ടിലുള്ള 2026 എത്തി നിൽക്കുകയാണെന്നുള്ളത് പലരും മറക്കുന്നു. ഒരു പൊലയൻ ജാതിയാന്നേന്ന് ഒന്ന് ഓർമ്മിപ്പിച്ച പോലെ. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ഗുരുവിനെ അപമാനിക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ പേര് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് ഗൈസ്. അപ്പോ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ കാസ്റ്റുമാര് പ്രണയിക്കുന്നുണ്ടെങ്കിൽ ശക്തമായി പ്രതികരിക്കുക. അല്ലാതെ ഇത്തരത്തിലുള്ള ആളുകളുടെ വാക്കുകൾക്ക് വിധേയമായിട്ട് ഒന്നും തന്നെ നിങ്ങൾ ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ വേണ്ടെന്ന് വെക്കാൻ പാടില്ല. അത് അച്ഛനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, അനിയനായിക്കോട്ടെ, ഏട്ടനായിക്കോട്ടെ, ആരായിക്കോട്ടെ, കാസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിക്കണം. കാരണം പൊളിച്ചാളണം ഉള്ള പറയുന്നത്. എൻ്റെ നാട്ടിലും കുറച്ച് പേര് പറഞ്ഞിക്ക്, ഇവരുടെ നാട്ടിലും കുറച്ച് പേര് പറഞ്ഞിക്ക്, നമ്മൾ തൊട്ടടുത്തുള്ള കുറച്ച് ആൾക്കാരൊക്കെ പറഞ്ഞിക്ക്. അത് ഇന്ന പേര് എടുത്ത് പറയുന്നില്ല, പക്ഷെ ഇങ്ങനെ പറഞ്ഞിക്ക് ഒരു പൊലയത്തി പെണ്ണിനെയും കൂട്ടി വന്നിക്ക്. ഞാൻ പൊലയത്തി അതിനെ കൊണ്ട് എന്താ എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ സാർ? എന്ത് പ്രശ്നം? സാധാരണ എനിക്ക് അറിഞ്ഞൂടെ. അയ്യോ. അങ്ങനെ 2ാം ലോക മഹായുദ്ധമൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ വിവാഹ വാർഷികം എത്തിയിരിക്കുകയാണ്, 4ാമത്തെ വിവാഹ വാർഷികം. അപ്പോൾ ഈ ഒരു സന്തോഷത്തിലേക്കാണ് നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ കൊച്ചു വിവാഹ വാർഷികമായി സംബന്ധിച്ച് വീടിനടുത്തുള്ള ഒരു പാർക്കിൽ വന്നിരിക്കുകയാണ്. ഇനിയിപ്പോ ഇവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കുറച്ചു നേരം ഇവിടെ സ്പെൻഡ് ചെയ്യണം. എന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് പുറത്ത് പോയി കുറച്ച് ഫുഡൊക്കെ കഴിച്ച് ചെറിയ സെലിബ്രേഷൻ, ഒരു ചെറിയ സെലിബ്രേഷൻ, അത്രേ ഉള്ളൂ. പിന്നെ പറയാൻ മറന്നു കേട്ടോ, ഇതാണ് ഞങ്ങളുടെ മകൻ. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഇതാണ് ഞങ്ങളുടെ പൊന്നു പുത്രൻ. ഒരു കുരുത്തക്കേടില്ലാത്ത ചക്കുട് മോനായത്. കളി മൂഡിലാണ്. അപ്പൊ മൂപ്പർക്ക് കളിക്കാൻ വീഡിയോ എടുക്കാൻ പിടിച്ചു വെച്ചതാ. അപ്പൊ അതിനാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. എന്തായാലും ഞങ്ങൾ അവനെ വിഷമിപ്പിക്കുന്നില്ല. അവനെ കുറച്ച് സമയം അവൻ്റെതായ ലോകത്തേക്ക്. കുട്ടികളുടെ മനസ്സെന്ന് പറയുന്നത് പൂമ്പാറ്റകളെ പോലെയാണ്. അവർക്കിങ്ങനെ പാറി നടക്കാനാണ് അവരെപ്പോഴും ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം അവനെ അവൻ്റെതായ ലോകത്തേക്ക്, കുട്ടികളുടേതായ ലോകത്തേക്ക് ഞങ്ങൾ കളിക്കാൻ വിട്ടിരിക്കുകയാണ്. കുട്ടികൾക്ക് സ്വൈര്യവിഹാരം നടത്താൻ വേണ്ടി അതിനായിട്ട് മാത്രം ഒരുക്കിയിരിക്കുന്നതാണ് ചിൽഡ്രൻസ് പാർക്ക്. സുരക്ഷിതമായി കളിക്കാനും സന്തോഷത്തോടെ സമയം ചിലവഴിക്കാനും വേണ്ടി ഒരുക്കിയ ഒരു പ്രത്യേക സ്ഥലമാണിത്. ഇവിടെ സാധാരണയായി സ്ലൈഡ്, ഊഞ്ഞാല്, സിസോ ക്ലൈമ്പിംഗ് ഫ്രെയിം അങ്ങനെ പലതരത്തിലുള്ള കളിപ്പാട്ടങ്ങൾ ഉണ്ടാവും.
ഇത്തരം പാർക്കുകൾ കുട്ടികളുടെ ശാരീരിക വളർച്ചയ്ക്കും മാനസിക സന്തോഷത്തിനും വളരെ സഹായകരമാണ്. ഒഴിവു സമയങ്ങളിൽ എല്ലാവരും കുട്ടികളെ കൊണ്ട് ഇതുപോലുള്ള പാർക്കുകളിൽ പോകാൻ മറക്കല്ലേ. അപ്പോൾ ഗൈസ്, ഈ പാർക്കിൽ വെച്ചിട്ട് ഞങ്ങളുടെ 2 കുട്ടി സബ്സ്ക്രൈബേഴ്സിനെ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവരുടെ പേര് ചോദിക്കാം. എന്താ മോളെ പേര്? സിയോണ. അടുത്താള് ആൽവിൻ. അപ്പോൾ ഇവർ 2 പേരുമാണ് ഞങ്ങളുടെ കുട്ടി സബ്സ്ക്രൈബേഴ്സ്. വിശന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മളല്ലാതെ ആകും. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ വടകരയിലെ MRIയിൽ കയറി 2 മന്തി അങ്ങോട്ട് ഓർഡർ ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി, വിവാഹ വാർഷികം ഇതാ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. ഇത്രയും സമയം വീഡിയോ കണ്ട നിങ്ങൾ ഓരോരുത്തർക്കും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും നന്ദി അറിയിക്കുന്നു. അതുപോലെ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.